Hi all, KTU BTech Mechanical Engineering 7th semester Design of Machine Elements 1 എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ത്രെഡഡ് ജോയിൻസിനെ കുറിച്ചാണ് ഈ മൊഡ്യൂളിൽ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു മൊഡ്യൂളിൻ്റെ ഏകദേശം അവസാനമായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് പവർ സ്ക്രൂസ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ത്രെഡഡ് ജോയിൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് പവർ സ്ക്രൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തിനാണ് ഒരു പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നത്? മെക്കാനിക്കൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഒരു റോട്ടറി മോഷനെ ഒരു ലീനിയർ മോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലേറ്ററി മോഷനായിട്ട് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് പവർ സ്ക്രൂ. അതുകൂടാതെ നമുക്കിവിടെ ഒരു ക്ലാമ്പിംഗ് ആക്ഷനും കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പവർ സ്ക്രൂ യൂസ് ചെയ്യുന്നത്. ദെൻ ലോഡ് റേസ് ചെയ്യാനായിട്ട്, അതേപോലെ അക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, ഇപ്പോൾ ലെയ്ത്തിലൊക്കെ നമ്മൾ ക്യാരേജ് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളവിടെ ഒരു ലീഡ് സ്ക്രൂ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഡ് സ്ക്രൂ ഒക്കെ ഒരു പവർ സ്ക്രൂ ആണ്. അതേപോലെ മെഷീൻ വൈസ് ഒരു വർക്ക് പീസ് ക്ലാമ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ദെൻ ഒരു സ്പെസിമെനെ ലോഡ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രസ് വർക്ക്, അപ്പോൾ പല ഡിസൈൻസോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സീലുകളൊക്കെ സ്റ്റാമ്പ് ചെയ്യാനും ഒക്കെ നമ്മൾ പ്രസ് വർക്കിൻ്റെ റിക്വയർമെൻറ്റ്സിലൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള പവർ സ്ക്രൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടിയും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്കൊന്ന് നോക്കാം. സ്ക്രൂ ജാക്ക് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കമ്പോണൻ്റാണ്, എക്യുപ്മെൻ്റാണ് സ്ക്രൂ ജാക്ക്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് പവർ സ്ക്രൂ ആണ്. ദെൻ സി ക്ലാമ്പ്, അതുപോലെ ഹാൻഡ് പ്രസ്. അപ്പോൾ ഇവിടെയും ഈ ഒരു എക്യുപ്മെൻറ്റിൽ നമ്മൾ മാനുവലി ആ ഒരു ലിവർ ഉപയോഗിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രൂ വെച്ചിട്ട് നമുക്കിവിടെ എന്തെങ്കിലും കമ്പോണൻസ് ഹോൾഡ് ചെയ്യാനോ ഒരു ഫോഴ്സ്, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. ദെൻ ലെയ്ത്തിലൊക്കെയുള്ള ലീഡ് സ്ക്രൂ. അപ്പോൾ അവിടെ നമ്മൾ ആക്മേ ത്രെഡാണ് ലീഡ് സ്ക്രൂവിന് യൂസ് ചെയ്യുക. ദെൻ ഒരു സ്പ്ലിറ്റ് നട്ട് കൂടി അവിടെ ഉണ്ടാവും. ആ ഒരു നെട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എൻഗേജ് ചെയ്യുക, ഡിസെൻഗേജ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടാണ് നമ്മളവിടെ പവർ ട്രാൻസ്മിഷൻ നടത്തുന്നത്. ദെൻ ഹോയിസ്റ്റിംഗ് മെഷീനറി. ഇപ്പോൾ ഓൾറെഡി സ്ക്രൂ ജാക്കിൽ നമ്മളൊരു ലോഡ് റേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഒരു മൂവബിളായിട്ടുള്ളൊരു ഹെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റേസ് ചെയ്യാൻ ലോവർ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ രീതിയിലുള്ള ഒരു എക്യുപ്മെൻറ്റും ഉപയോഗിക്കാം. ഓക്കെ, ഹോയിസ്റ്റ് എന്നുള്ള രീതിയിലും ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ദെൻ എന്തൊക്കെയാണ് പവർ സ്ക്രൂസിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജിൽ മെയിനായിട്ട് ലാർജ് ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ആ ഒരു സ്ക്രൂവിൻ്റെ സൈസിനനുസരിച്ച് ലോഡ്സ് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ആ ഒരു പവർ സ്ക്രൂ ജാക്കൊക്കെ കണ്ടതിൽ ഇപ്പോൾ ലോറിക്കൊക്കെയാണ് ആ ഒരു രീതിയിലുള്ള സ്ക്രൂ ജാക്ക് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള വെഹിക്കിൾസിനൊക്കെ വളരെ എന്താ പറയുക, കോമ്പാക്റ്റ് ആയിട്ടുള്ള ആ ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് അതിനെ റേസ് ചെയ്യാനും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ദെൻ സിമ്പിൾ ഡിസൈൻ. ഇപ്പോൾ ഈ ഒരു ത്രെഡ് കൺസ്ട്രക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് അത്ര കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഒരു ഫോംഡ് ആയിട്ടുള്ള ടീത്ത് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു ലെയ്ത്തിൽ വെച്ചിട്ടോ ഒക്കെ നമുക്ക് ഈ ഒരു ത്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ കൺട്രോൾഡ് ആൻഡ് ഹൈലി ആക്യുറേറ്റ് ലീനിയർ മോഷൻ. ഇപ്പോൾ ലെയ്ത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലീഡ് സ്ക്രൂ ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താണ് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നമുക്കവിടെ കട്ടിംഗ് ടൂളിന് പ്രൊവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നു. ദെൻ നോയ്സ്ലെസ്സും സ്മൂത്തും ആയിട്ടുള്ളൊരു ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെ നമ്മൾ സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കറിയാം അവിടെ വളരെയധികം നോയ്സ്ലെസ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് കിട്ടാറുണ്ട്. ദെൻ കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റാണ്. നമുക്ക് ഈ രീതിയിൽ ഒരു റോട്ടറി മോഷനെ ഒരു ട്രാൻസ്ലേറ്ററി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉള്ള ഒരു കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ആയിട്ടുള്ള റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പവർ സ്ക്രൂസ് യൂസ് ചെയ്യുക എന്നുള്ളത്. ദെൻ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി. ഇപ്പോൾ സ്ക്രൂ ജാക്കിൻ്റെ കേസിൽ നമുക്കൊരു ലോഡ് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിലനിർത്തണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോക്കിങ് കിട്ടണം. ഓക്കെ, അപ്പം ത്രെഡഡ് ജോയിൻസിലൊക്കെ എല്ലാത്തിലും ഒരു ത്രെഡ് നമ്മൾ ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു നട്ടും ബോൾട്ട് ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു സ്ക്രൂ ആണെങ്കിലും ടൈറ്റൻ ചെയ്ത് വെച്ചാൽ അതവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഒരു സെൽഫ് ലോക്കിംഗ് ഉണ്ടായിരിക്കണം, ഒരു വെഡ്ജ് ആക്ഷൻ ഉണ്ടായിരിക്കണം.
ഓക്കെ. അപ്പോൾ അതും സ്ക്രൂ ജാക്കിൻ്റെ കേസിലൊക്കെ, പവർ സ്ക്രൂസിൻ്റെ കേസിലും അത് വളരെയധികം റെലവൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യണത്. ദെൻ ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ലോ എഫിഷ്യൻസി. നമുക്ക് അവിടെ നമ്മളൊരു ഇൻപുട്ട് പവർ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ആ ഒരു വർക്ക്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് പവർ ലോസസ് ഉണ്ട്, ഫ്രിക്ഷണൽ ലോസസ് ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് എഫിഷ്യൻസി കുറവാണെന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നമുക്കിതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ത്രെഡുകളാണ് നമ്മൾ പവർ സ്ക്രൂസിന് യൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ത്രെഡാണ് സ്ക്വയർ ത്രെഡ്. ഓക്കെ. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് ത്രെഡ് പ്രൊഫൈലാണ് സ്ക്വയർ ത്രെഡ്. പിന്നെ വരുന്നത്, ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ക്വയർ ത്രെഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ. ഇപ്പോൾ ഇവിടെ പിച്ച് എന്നുള്ളത് പി ആണെങ്കിൽ നമുക്ക് ഒരു ത്രെഡിൻ്റെ ഹൈറ്റും വിഡ്ത്തും വരുന്നത് P/2. പിച്ചിൻ്റെ ഹാഫാണ് ഒരു ത്രെഡിൻ്റെ വിഡ്ത്തായിട്ടും ഹൈറ്റായിട്ടും ഒക്കെ വരിക. ദെൻ അടുത്തൊരു ടൈപ്പ് ത്രെഡാണ് ആംഗുലാർ ത്രെഡ്. ഓക്കെ. അപ്പോൾ ആംഗുലാർ ത്രെഡിൽ തന്നെ 2 തരമുണ്ട്, ആക്മെ ത്രെഡും ട്രപ്പിസോയിഡൽ ത്രെഡും. ഓക്കെ. അപ്പോൾ ആക്മെ ത്രെഡും ട്രപ്പിസോയിഡൽ ത്രെഡും രണ്ടിലും ഇതേപോലെ തന്നെയാണ് ടീത്തിൻ്റെ പ്രൊഫൈൽ വരുന്നത്. ഒരു ഡിഫറൻസ് ഉള്ളത് അവിടുത്തെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആംഗിളാണ്. ടീത്തിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ആംഗിള് ആക്മെ ത്രെഡിൻ്റെ കേസിൽ അത് 29 ഡിഗ്രിയാണ്. ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ കേസിൽ 30 ഡിഗ്രിയാണ് ത്രെഡ് ആംഗിൾ. ഓക്കെ. ദെൻ ഈ 2 പ്രൊഫൈൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ കേസിലും ടീത്തിൻ്റെ ഹൈറ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ത്രെഡിൻ്റെ ഹൈറ്റ് എന്നുള്ളത് P/2 തന്നെയാണ്. ദെൻ ഇതിൽ രണ്ടിൻ്റെയും റൂട്ടിലുള്ള വിഡ്ത്ത് നോക്കുക. സ്ക്വയർ ത്രെഡിൻ്റെ കേസിൽ റൂട്ട് പോർഷനിലുള്ള വിഡ്ത്ത് കുറവായിരിക്കും. ട്രപ്പിസോയിഡൽ ത്രെഡിൻ്റെ കേസിൽ, അല്ലെങ്കിൽ ആക്മെ ത്രെഡിൻ്റെ കേസിലൊക്കെ റൂട്ട് ഭാഗത്ത് അവിടെ വിഡ്ത്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അതേപോലെ ഇപ്പോൾ സ്പ്ലിറ്റ് നട്ടൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനൊക്കെ കുറേ കൂടി സൗകര്യം ഈ ഒരു ആക്മെ ത്രെഡിലാണ്. ഓക്കെ. അപ്പോൾ ലെയ്ത്തിൻ്റെയൊക്കെ ലീഡ് സ്ക്രൂസ് നമ്മൾ ഉണ്ടാക്കുന്നത് ആക്മെ ത്രെഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ത്രെഡ് ഫോമിലാണ് നമുക്ക് ഇത് എൻഗേജ് ചെയ്യാനും ഡിസെൻഗേജ് ചെയ്യാനൊക്കെ സ്പ്ലിറ്റ് നട്ട് വെച്ചിട്ട് ചെയ്യാനായിട്ട് കുറേ കൂടി സൗകര്യം. ദെൻ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ടേംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദെൻ നമ്മൾ മെയിനായിട്ട് സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള പവർ സ്ക്രൂസിൻ്റെ കാര്യമാണ് ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഇക്വേഷൻസൊക്കെ നമ്മൾ ഡിറൈവ് ചെയ്യും. അതിനുശേഷം ആ ഒരു ഇക്വേഷൻസിലൊക്കെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആംഗുലാർ ത്രെഡിൻ്റെ കേസിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള പവർ സ്ക്രൂവിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളൊരു ഡയമെൻഷൻ എന്ന് പറയുന്നത് നോമിനൽ ഡയമീറ്റർ ഓർ മേജർ ഡയമീറ്റർ, ഔട്ടർ ഡയമീറ്റർ എന്നൊക്കെ പറയുന്ന സ്മോൾ d. ദെൻ പിച്ച്, കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള 2 ത്രെഡ്സിൻ്റെ സിമിലർ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് വിളിക്കുന്നത്. ദെൻ ലീഡ് എന്നുള്ള ടേം നമുക്ക് അത് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒരു ത്രെഡിൽ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡ് ആവാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റാർട്ട് ആവാം. മൾട്ടി സ്റ്റാർട്ടിൽ തന്നെ ഡബിൾ സ്റ്റാർട്ടും ട്രിപ്പിൾ സ്റ്റാർട്ടൊക്കെ ഉണ്ട്, ക്വാഡ്രപ്പിൾ സ്റ്റാർട്ടൊക്കെ ആയിട്ട് പല രീതിയിൽ. അപ്പോൾ ഒരേ സമയം ഒരൊറ്റ സ്പൈറലായിട്ടുള്ള ത്രെഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ സിംഗിൾ സ്റ്റാർട്ട് എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ പിച്ചും ലീഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ. ദെൻ ലീഡ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ബോൾട്ടിൻ്റെ മുകളിൽ നമ്മളൊരു നട്ട് ടൈറ്റ് ആക്കുകയാണെങ്കിൽ നട്ട് ഒരു തവണ റിവോൾവ് ചെയ്യുമ്പോൾ അതിന് ഉണ്ടാകുന്ന ലീനിയർ മൂവ്മെൻറ്റ്, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ അളവിനെയാണ് നമ്മൾ ലീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ സിംഗിൾ സ്റ്റാർട്ട് ത്രെഡിലാണെങ്കിൽ ലീഡും പിച്ചും ഈക്വൽ ആയിരിക്കും. ഡബിൾ സ്റ്റാർട്ട് ത്രെഡ് ആണെങ്കിൽ ലീഡ് എന്നുള്ളത് പിച്ചിൻ്റെ ഇരട്ടി ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഒരു തവണ നട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് 2 times ഓഫ് പിച്ച്, അത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അത്രയും ഒരു ലീനിയർ ആയിട്ട് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് സ്റ്റാർട്ട്സ് എന്നുള്ളതാണ് ഈ ഒരു n എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് പിച്ചിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ലീഡ് കിട്ടുക. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഫിഗറിൽ നമുക്ക് ലീഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇത്രയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 ത്രെഡ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്.
ഓക്കെ, അപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ് ഈ ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടുത്തെ ലീഡ് എന്നുള്ളത് പിച്ചിൻ്റെ ഡബിളായിട്ട് കാണാം. അതേപോലെ നമ്മൾ ഈ ഒരു ത്രെഡ് ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതാണിപ്പോൾ ഒരു സ്പൈറൽ. ദെൻ അതിൻ്റെ ഇടയിലായിട്ട് ഒരു ത്രെഡ് അടുത്തൊരു സ്പൈറലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡബിൾ സ്റ്റാർട്ട് ത്രെഡാണ്. ദെൻ അടുത്ത ഒരു ഡയമെൻഷനാണ് കോർ ഡയാമീറ്റർ ഓർ മൈനർ ഡയാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ DC എന്ന് പറയുന്ന ഈ ഒരു ഡയാമീറ്റർ. ദെൻ ഇതിനെ നമ്മൾ ഇപ്പം മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഇത് നൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് മൈനർ ഡയാമീറ്ററിനെ D1 വെച്ചിട്ടാണ്. ഓക്കെ, ദെൻ നമുക്കിത് നോമിനൽ ഡയമീറ്ററും പിച്ചും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് കോർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു സ്ക്വയർ ത്രെഡിൻ്റെ ഹൈറ്റ് എന്നുള്ളത് ഈ ഒരു റൂട്ടിൽ നിന്ന് അതിൻ്റെ ടിപ്പിലേക്കുള്ള ഹൈറ്റ് എന്നുള്ളത് P/2 ആണെന്ന് കണ്ടിരുന്നു. പിച്ചിൻ്റെ ഹാഫാണ്. അപ്പോൾ രണ്ട് സൈഡിലും പിച്ചിൻ്റെ ഹാഫ് അത് ഈ ഒരു നോമിനൽ ഡയമീറ്ററിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കോർ ഡയമീറ്ററായി. ഓക്കെ, അപ്പോൾ രണ്ട് ഹാഫും കൂടിയിട്ടാണ് ഈ ഒരു പിച്ച് കാണിച്ചിട്ടുള്ളത്. ദെൻ നോമിനൽ ഡയമീറ്റർ മൈനസ് പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോർ ഡയമീറ്റർ കിട്ടും. ദെൻ പിച്ച് ഓർ മീൻ ഡയാമീറ്റർ. ഓക്കെ, അപ്പം ഇവിടെ DM എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളത് ഡാറ്റ ബുക്കിൽ കാണുക D2 എന്നുള്ളൊരു ടേം ആയിരിക്കും. ഓക്കെ, ദെൻ അത് കിട്ടണമെങ്കിൽ നമുക്ക് നോമിനൽ ഡയാമീറ്ററിൽ നിന്ന് P/2 പിച്ചിൻ്റെ ഹാഫ് റെഡ്യൂസ് ചെയ്താൽ അത് കിട്ടും. അതല്ലെങ്കിൽ കോർ ഡയാമീറ്ററിൻ്റെ കൂടെ ഹാഫ് ഓഫ് പിച്ച് ആഡ് ചെയ്താലും ഈ ഒരു ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇവിടെ ഞാനിങ്ങനെ ഒരു സിംഗിൾ ത്രെഡ് നേരത്തെ പറഞ്ഞു ഇത്രയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ത്രെഡ് നമ്മൾ ഫോളോ ചെയ്ത് നോക്കിയാൽ ഇങ്ങനത്തെ ഒരു പാത്തിൽ കൂടെയാണ് അത് പോകുന്നത് കാണാം. ഓക്കെ, ദെൻ ഒരു സിംഗിൾ ത്രെഡ്. അപ്പോൾ ഇവിടെ ഒരൊറ്റ തവണ നമ്മളൊരു ഇതിൻ്റെ പുറത്തു കൂടെ ഒരു നട്ട് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഒരു തവണ റിവോൾവ് ചെയ്യുമ്പോൾ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും, അതായത് ഈ ലീഡ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ത്രെഡ് എന്തോരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിച്ചതാണ് ഇതിൽ. ദെൻ നമ്മളിവിടെ ചെയ്യുന്നത് ഇനിയും അഡീഷണൽ ആയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സും കൂടെ അറിയണം. ദെൻ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്ക്രൂ ജാക്കാണ് സ്ക്വയർ ത്രെഡൊക്കെ വരുന്നൊരു കമ്പോണൻറ്റ്. അപ്പോൾ ഒരു സ്ക്രൂ ജാക്കിൽ W എന്ന് പറയുന്ന ഒരു ആക്സിയൽ ലോഡാണ് നമ്മൾ അതിൻ്റെ മുകളിൽ വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ ഇതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക. ദെൻ ഈ ഒരു ഹെലിക്സ് ആംഗിൾ നമ്മൾ ഉപയോഗിക്കുന്ന ത്രെഡിൻ്റെ ആ ഒരു ഹെലിക്കൽ ഷേപ്പിലാണ് ത്രെഡ്, അല്ലെങ്കിൽ ഒരു സ്പൈറലായിട്ടാണ് ത്രെഡ് അവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആംഗിൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ലീഡ് ആംഗിൾ അല്ലെങ്കിൽ ഹെലിക്സ് ആംഗിൾ എന്നൊക്കെ വിളിക്കും. ഓക്കെ, ഹെലിക്സ് ആംഗിൾ എന്നാണ് വിളിക്കുക. ദെൻ അവിടെ നമ്പർ ഓഫ് സ്റ്റാർട്ട് കൂടുന്നതിനനുസരിച്ച് അവിടെ ലീഡ് ആംഗിൾ എന്നുള്ളൊരു ടേമും അവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു ത്രെഡ് കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ ഒരൊറ്റ ടേൺ, ഒരു സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള സ്ക്രൂവിലത്തെ ഒരൊറ്റ ടേൺ മാത്രം എടുക്കുകയാണ്. ഓക്കെ, ഒരൊറ്റ ചുറ്റ് മാത്രം എടുക്കുകയാണ്. അപ്പോൾ അതാണ് ഇവിടെ ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. ദെൻ അതിനെ നമ്മളൊന്ന് അൺറാപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിനൊന്ന് നിവർത്തി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ളൊരു സർഫസാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒരു തവണ നമ്മളൊരു നട്ട് ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിലൂടെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ലീഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദെൻ നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ പല പല ഡയമീറ്റേഴ്സ് കാണാം. ഏറ്റവും ഉള്ളിലുള്ളത് കോർ ഡയമീറ്റർ ആണ്, ഏറ്റവും ഔട്ടറിലുള്ളത് നോമിനൽ ഡയമീറ്റർ ആണ്. ദെൻ മീൻ ഡയമീറ്റർ DM അല്ലെങ്കിൽ നമ്മുടെ പിച്ച് ഡയമീറ്റർ ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ തൽക്കാലം ഈ ഒരു പിച്ച് ഡയമീറ്ററിൻ്റെ ബേസിൽ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മീൻ ഡയമീറ്റർ അല്ലെങ്കിൽ പിച്ച് ഡയമീറ്ററിലുള്ള ആ ഒരു സ്ലാൻഡഡ് സർഫസാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു സർക്കിളിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലൈനായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരൊറ്റ സിംഗിൾ ത്രെഡ് ഇങ്ങനെ നിവർത്തി വെച്ച് അത് ട്രാവൽ ചെയ്യുന്ന ആക്സിയൽ ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് ദെൻ അവിടുത്തെ ആ ഒരു പ്രൊജക്റ്റഡ് ആയിട്ടുള്ള പിച്ച് ഡയമീറ്ററും കൂടി നമുക്കിതിൽ മാർക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഈ സ്ലാൻഡഡ് ആയിട്ടുള്ള ലൈനും തമ്മിലുള്ള ആംഗിളാണ് നമ്മുടെ ഹെലിക്സ് ആംഗിൾ ആൽഫ. ഓക്കെ, ദെൻ നമുക്കിതിൻ്റെ ടാൻ ഓഫ് ആൽഫ കണ്ടുപിടിച്ചാൽ ലീഡ് ഡിവൈഡഡ് ബൈ പൈ ഡി എം അല്ലെങ്കിൽ പൈ ഡി ടു എന്ന് പറയുന്ന ഒരു റിലേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിത് പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ഒരു ടേം, ഒരു ഇക്വേഷനാണ്. ദെൻ പിന്നെ വരുന്ന ഒരു പാരാമീറ്ററാണ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫൈ എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ദെൻ ടാൻ ഫൈ, ഓക്കെ, ഫ്രിക്ഷൻ ആംഗിൾ ഫൈ ആണെങ്കിൽ ടാൻ ഫൈ എന്നുള്ളതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. എഫ് ഇസിക്കൽ ടു ടാൻ ഫൈ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് ഈ ഒരു പവർ സ്ക്രൂ ആയിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ നമ്മളിവിടുത്തെ ടോർക്ക്, എത്രത്തോളം ടോർക്ക് അപ്ലൈ ചെയ്താലാണ് നമുക്കൊരു ലോഡ്, ഇവിടെ പറയുന്ന W എന്ന് പറയുന്ന ലോഡിനെ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ റേസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അതേപോലെ ലോവർ ചെയ്യാനും പറ്റുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ക്രൂ ജാക്കിൽ ഒരൊറ്റ തവണ നമ്മൾ ആ ഒരു സ്ക്രൂ ജാക്കിനെ ടേൺ ചെയ്യുമ്പോൾ, സ്ക്രൂവോ നട്ടോ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ടേൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ടേൺ ചെയ്യുന്ന സമയത്ത് അവിടെ എത്രത്തോളം ട്രാവൽ ചെയ്യും, ആ ഡിസ്റ്റൻസ് ആണ് അതിൽ. അപ്പോൾ ആ ഒരു ടേൺ ചെയ്യാനായിട്ട് നമ്മൾ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണം, ദെൻ അതിൽ ഈക്വലൻ്റ് ആയിട്ട് എത്ര ടോർക്കാണ് അവിടെ ഉണ്ടാവണം എന്നുള്ളതൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ W എന്നുള്ളതാണ് ഇവിടുത്തെ ആക്സിയൽ ലോഡ്. ദെൻ നമ്മൾ ഇവിടെ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് FT മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു FT മാർക്ക് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു ത്രെഡിൻ്റെ പിച്ച് ഡയാമീറ്റർ അല്ലെങ്കിൽ മീൻ ഡയാമീറ്ററിൽ, ആ ഒരു ഡയാമെട്രിക്കലായിട്ടുള്ള ഒരു ഭാഗത്ത് ഈ ഒരു ഫോഴ്സ് ടാൻജൻഷ്യലായിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെയിറ്റ് കാരണം ആ ത്രെഡിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു ഫോഴ്സായിട്ടും കൺസിഡർ ചെയ്യാം, അതല്ലെങ്കിൽ ത്രെഡിലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ എന്നുള്ള രീതിയിലും ഒക്കെ ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സിനെ നമുക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അത് പിച്ച് റേഡിയസ് അല്ലെങ്കിൽ മീൻ റേഡിയസിലാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രലിൽ നിന്ന് പറയുകയാണെങ്കിൽ പിച്ച് റേഡിയസിലാണ് ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലോഡിനെ റേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് അവിടുത്തെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ്. അപ്പോൾ നമ്മൾ കൂടുതലും ഇവിടെ ഡയാമീറ്ററിൻ്റെ ടേമിലാണ് കാര്യങ്ങൾ പറയുക, അതുകൊണ്ടാണ് ഇവിടെ മീൻ ഡയാമീറ്റർ ബൈ 2 അല്ലെങ്കിൽ D2/2 എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, പിച്ച് ഡയാമീറ്റർ അല്ലെങ്കിൽ മീൻ ഡയാമീറ്റർ ബൈ 2 എന്നുള്ളതാണ് ഇവിടുത്തെ. അതിൻ്റെ കൂടെ ടാൻജൻഷ്യൽ ഫോഴ്സ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ടോർക്ക് കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് ലോഡ് റേസ് ചെയ്യുമ്പോഴും ലോവർ ചെയ്യുമ്പോഴും ഇതൊരു നേരത്തെ കണ്ടതൊരു ജനറൽ ഇക്വേഷനാണ്. എല്ലാ കേസിലും നമുക്ക് ഈ ഒരു ടാൻജൻഷ്യൽ ലോഡിൽ വേരിയേഷൻ വരും, പക്ഷേ ടാൻജൻഷ്യൽ ലോഡ് ഇൻറ്റു ഈ ഒരു പിച്ച് റേഡിയസ് മൾട്ടിപ്പിൾ ചെയ്താലാണ് നമുക്ക് ടോർക്ക് കിട്ടുക. ലോഡ് റേസ് ചെയ്യാനായാലും ലോവർ ചെയ്യാനായാലും വേണ്ടി വരുന്ന ടോർക്കിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ FT എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷനിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ലോഡ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ എത്ര ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ലീഡ് വെച്ചിട്ടുള്ള ആ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ലോഡ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഈ ലോഡ് കാരണം ഒരു വെർട്ടിക്കലായിട്ട് W എന്ന് പറയുന്ന ഒരു വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഈ വെയിറ്റ് കാരണം ഈ ഒരു സ്ലാൻഡഡ് സർഫസിന് നോർമലായിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ട്, അതാണ് FN. ഓക്കെ, അപ്പോൾ FN-ഉം ഈ ഒരു വെർട്ടിക്കലും തമ്മിലുള്ള ഒരു ആംഗിളാണ് ആൽഫ. ഇവിടെ ഓൾറെഡി ഹൊറിസോണ്ടൽ ലൈനും ഈ ഒരു സ്ലാൻഡഡ് സർഫസും തമ്മിൽ നമ്മുടെ ഹെലിക്സ് ആംഗിൾ ആൽഫ വരുന്നുണ്ട്. സെയിം ആംഗിൾ തന്നെ വെർട്ടിക്കലും നോർമൽ റിയാക്ഷനും തമ്മിൽ വരും. അതേപോലെ ദെൻ അടുത്ത ഈ ഒരു വെയിറ്റ് നമ്മൾ ഈ ഒരു സ്ലാൻഡഡ് സർഫസിലൂടെ നമ്മളിങ്ങനെ സ്ലൈഡ് ചെയ്ത് മുകളിലേക്ക് കയറ്റാമെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ സ്ക്രൂ ജാക്ക് പറയുമ്പോൾ ലോഡ് അവിടെ സ്ക്രൂ ജാക്കിൻ്റെ മുകളിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കും. ദെൻ സ്ക്രൂ ആണ് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത്. അതായത് സ്ക്രൂ ഇവിടെ ഇതാണ് ഒരു സ്ക്രൂ നമ്മൾ നിവർത്തി വെച്ചിട്ടുള്ള ആ ഒരു സ്ലാൻഡഡ് സർഫസ്, അതവിടെ ഫിക്സഡ് ആണ്. നമ്മുടെ ലോഡാണ് ഇതിൻ്റെ മുകളിലൂടെ സ്ലൈഡ് ചെയ്ത് കയറുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ,
അപ്പം ഒരു തവണ സ്ക്രൂ തിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ലോഡ് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് റൈസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ്, ലീഡ് എന്ന് പറയുന്ന അത്രയും ഡിസ്റ്റൻസ് ഇത് ഉയർന്നിരിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു സർഫസിലൂടെ ഈ ഒരു വെയിറ്റ് സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും? ഈ ഒരു സർഫസ് അവിടെ ഒരു ഫ്രിക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ വാല്യൂ. ദെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നതാണ് ഈ FT. ഓക്കെ, നമ്മളിവിടെ ഈ ഒരു ഡയറക്ഷൻ കാണിച്ചിട്ടുള്ളത് ഇതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഒരു ഡയറക്ഷനാണ്. ഓക്കെ, ദെൻ നമ്മളൊരു സ്ക്രൂ ജാക്കിൽ നമ്മളൊരു ലിവർ വെച്ച് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ളൊരു ഡയറക്ഷനിലാണ് നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക സ്ക്രൂവിനെ തിരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഡയറക്ഷൻ തന്നെയാണ് ഈ ഒരു ഫോഴ്സിന്, FT എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സിന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇത്രയും പാരാമീറ്റേഴ്സ് ഒന്ന് പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, W is the axial load, Fn is the normal reaction, Ft is the tangential force, then F into Fn is the frictional force, alpha is the helix angle, L is the lead and D2 is the pitch diameter. ഓക്കെ, സോ നമുക്കിതിൽ ഇനി വേണ്ടത് ഈ ഒരു ലോഡ് ഇതിലേതെങ്കിലും ഒരു പോയിന്റിൽ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സസിൻ്റെ ഒരു ഇക്വിലിബ്രിയമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഫോഴ്സസ്, ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടലും ഉണ്ട്. ദെൻ ബാക്കിയുള്ളതൊക്കെ ഒരു ആംഗിളിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കമ്പോണൻസ് കൂടി അറിയണം. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് Fn എന്ന് പറയുന്ന ഫ്രിക്ഷണൽ ഫോഴ്സാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഹൊറിസോണ്ടലിൽ നിന്ന് ഒരു ആൽഫ ഡിഗ്രി താഴത്തോട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്, ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റിൻ്റെ വാല്യൂ അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ വരുന്നത്. അപ്പോൾ Fn ഇൻറ്റു കോസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ദെൻ വെർട്ടിക്കൽ കമ്പോണൻറ്റ് Ffn സൈൻ ആൽഫ എന്നും വരും. ദെൻ പിന്നെ ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്ന അടുത്തൊരു ലോഡ് എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. ഈ ഒരു നോർമൽ റിയാക്ഷൻ്റെ ഇതേപോലെ 2 കമ്പോണൻസ് ഉണ്ട്. ഒരു വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്, അത് Fn കോസ് ആൽഫയാണ്. ദെൻ ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, അത് Fn സൈൻ ആൽഫയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. അപ്പോൾ അവിടെ ഒരു Ft എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 2 ഹൊറിസോണ്ടൽ കമ്പോണൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൂടി അപ്പോൾ നമുക്ക് ഇതിന് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ Ft എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ 2 കമ്പോണൻറ്റുകൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ പറ്റും. Ffn കോസ് ആൽഫ പ്ലസ് Ffn ഇവിടെ Fn ഉള്ളൂ കേട്ടോ, Fn സൈൻ ആൽഫ എന്നാണ്. ഓക്കെ, ഈ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ദെൻ കൺസിഡറിങ് ഇക്വിലിബ്രിയം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പം വെർട്ടിക്കലായിട്ട് ഒരു ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെയും നോർമൽ റിയാക്ഷൻ്റെയും കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒരു കമ്പോണൻറ്റ് സെയിം ഡയറക്ഷനിലാണ്. ഇപ്പോൾ W is equal to Fn കോസ് ആൽഫ. Fn കോസ് ആൽഫ പോസിറ്റീവാണ്. ദെൻ Fn സൈൻ ആൽഫ എന്നുള്ളത് മൈനസ് Ffn സൈൻ ആൽഫ എന്നിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ, അപ്പോൾ ആ 2 ഇക്വേഷൻസിനെ ഡിവൈഡ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ Ft/W എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പോൾ ഒരു ഇക്വേഷൻ എന്നുള്ളത് ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അടുത്തത് നമ്മുടെ ലോഡിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ദെൻ ഇതിൽ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എല്ലാ ടേമിനെയും നമ്മൾ കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലത്തെ എല്ലാ ടേമിനെയും നമ്മൾ കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റും? ഈ ഒരു ഇക്വേഷനിൽ ദെൻ എല്ലാ ടേമിലും Fn എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ്റെ ടേം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു ടേമിൽ കോസ് ആൽഫ ക്യാൻസലായി പോവും. ഇവിടെ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് പറയുമ്പോൾ അത് ടാൻ ആൽഫ ആയിട്ട് മാറും. ദെൻ ഡിനോമിനേറ്ററിൽ കോസ് ആൽഫയും ക്യാൻസൽ ആവും, 1 ആണ് വരുള്ളൂ. ദെൻ
ഈ ഒരു ടേമിൽ എഫ് എൻ ഓൾറെഡി ക്യാൻസലായി. ദെൻ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്നുള്ള ടാൻ ആൽഫ ആകും. അപ്പോൾ എഫ് ടാൻ ആൽഫ എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടുത്തെ ഡബ്ല്യു എന്നുള്ളതിനെ നമ്മളിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടാൻജൻഷ്യൽ ലോഡ് നമ്മൾ എത്ര ലോഡാണ് ഈ ഒരു ലോഡിനെ റേസ് ചെയ്യാനായിട്ട് എത്ര ടാൻജൻഷ്യൽ ഫോഴ്സാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. എഫ് ടി സിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു എഫ് പ്ലസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് എഫ് ടാൻ ആൽഫ. ഓക്കെ, ദെൻ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എഫ് എന്നുള്ളതിന് നമുക്ക് വേണമെങ്കിൽ ടാൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ കിട്ടും. ടാൻ ഫൈ പ്ലസ് ടാൻ ആൽഫ ഡബ്ല്യു ഇൻറ്റു ടാൻ ഫൈ പ്ലസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ ഫൈ ടാൻ ആൽഫ. അപ്പോൾ ഇത് ഓൾറെഡി ടാൻ ഫൈ പ്ലസ് ആൽഫ എന്നുള്ളതിൻ്റെ ഒരു എക്സ്പാൻഷനായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിനെ മാറ്റി എഴുതി. അപ്പോൾ ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി സിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു ടാൻ ഓഫ് ഫൈ പ്ലസ് ആൽഫ. ഇതാണ് ലോഡ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ വാല്യൂ. ദെൻ നമുക്ക് ലോഡിനെ ലോവർ ചെയ്യാനായിട്ട്, ഓക്കെ, അപ്പോൾ ലോവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പം ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ ലോഡ് ഈ രീതിയിൽ ഈ സർഫസിലൂടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ദെൻ ഡബ്ല്യു എന്ന് പറയുന്നൊരു വെയിറ്റാണ് നമ്മൾ കൊണ്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നോർമൽ റിയാക്ഷൻ ഇങ്ങനെയും ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഹൊറിസോണ്ടലായിട്ട് ആൽഫ എന്ന് പറയുന്ന ആംഗിളാണ് അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് എഫ് എൻ കോസ് ആൽഫ എന്ന് കിട്ടും. ദെൻ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് എഫ് എൻ സൈൻ ആൽഫയും കിട്ടും. ദെൻ അടുത്തൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് റിയാക്ഷനാണ്, നോർമൽ റിയാക്ഷനാണ്. അപ്പോൾ നോർമൽ റിയാക്ഷന് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റ് കോസ് കമ്പോണൻറ്റ് ഉണ്ട്, അതേപോലെ ഒരു ഹൊറിസോണ്ടൽ സൈൻ കമ്പോണൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കേസിലുള്ള ഇക്വിലിബ്രിയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് എഫ് ടി സിക്കൽ ടു എഫ് എഫ് എൻ കോസ് ആൽഫ മൈനസ് എഫ് എൻ സൈൻ ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. ദെൻ വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഡബ്ല്യു ഇൻറ്റു എഫ് എഫ് എൻ സൈൻ ആൽഫ പ്ലസ് എഫ് എൻ കോസ് ആൽഫ എന്ന് പറയുന്ന ഒരു ഇക്വേഷനും കിട്ടും. ഈ ഒരു കമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു തേർഡും ഫോർത്തും ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ എഫ് ടി ബൈ ഡബ്ല്യു ഇസിക്കൽ ടു ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടി. ദെൻ നമ്മൾ ആ ഒരു റൈറ്റ് ഹാൻഡ് സൈഡിലത്തെ എല്ലാ ടേംസിനെയും കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്കിതിൽ എഫ് എൻ എന്ന് പറയുന്ന ടേം എല്ലാത്തിലും ഉണ്ട്, അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദെൻ ബാക്കിയുള്ള കോസ് ആൽഫ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കോസ് ആൽഫ പോയി എഫ് മാത്രമാവും, ഇവിടെ ടാൻ ആൽഫ ആവും, ഇവിടെ കോസ് ആൽഫ പോയിട്ട് 1 എന്ന് വരും, ഇവിടെ സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്നത് ടാൻ ആൽഫ ആവും. അപ്പോൾ ഇതിൽ ഡിനോമിനേറ്ററിൽ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതിയപ്പോൾ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്, കൺഫ്യൂഷൻ ആവണ്ട. ഓർഡർ ഇവിടെ ഡിനോമിനേറ്ററിൽ എഴുതിയിട്ടുള്ള ഓർഡർ മാറിപ്പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ടാൻജൻഷ്യൽ ഫോഴ്സ് എഫ് ടി ഈക്വൽ ടു ഡബ്ല്യു ഇൻറ്റു എഫ് മൈനസ് ടാൻ ആൽഫ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എഫ് ടാൻ ആൽഫ. ഓക്കെ, ഈ ഭാഗത്താണ് എഫ് ടാൻ ആൽഫ വരിക, അതാണ് ഇവിടെ രണ്ടാമതായിട്ട് എഴുതിയിട്ടുള്ളത്. ദെൻ എഫ് എൻ കോസ് ആൽഫേനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് എൻ ഓൾറെഡി കട്ടായി പോയി, കോസ് ആൽഫ ബൈ കോസ് ആൽഫ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ദെൻ ഇതിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനെ ടാൻ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡബ്ല്യു ഇൻറ്റു ടാൻ ഫൈ മൈനസ് ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ ഫൈ ടാൻ ആൽഫ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടാൻ ഫൈ മൈനസ് ആൽഫ എന്നുള്ള എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഒരു ലോഡിനെ ലോവർ ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. എഫ് ടി സിക്കൽ ടു ഡബ്ല്യു ഇൻറ്റു ടാൻ ഫൈ മൈനസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻസൊക്കെ നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ 134 പേജിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതേപോലെ ടോർക്കിൻ്റെ ഇക്വേഷനും. അപ്പോൾ ഇനി നമ്മൾ ടോർക്കിൻ്റെ ഇക്വേഷനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിലാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് dm/2 അല്ലെങ്കിൽ d2/2 പിച്ച് റേഡിയസിലാണ് നമ്മൾ ഈ ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് ഇൻറ്റു പിച്ച് റേഡിയസ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് ടോർക്കായി. ഓക്കെ, അപ്പോൾ ലോഡിന് റൈസ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ കിട്ടും. ടോർക്ക് ടി ഈക്വൽ ടു ഡബ്ല്യു d2/2 ഇൻറ്റു ടാൻ ഫൈ പ്ലസ് ആൽഫ. ദെൻ ലോഡിനെ ലോവർ ചെയ്യാനായിട്ടുള്ള ടോർക്കിൻ്റെ ഇക്വേഷൻ എന്നുള്ളത് ഡബ്ല്യു d2/2 ഇൻറ്റു ടാൻ ഫൈ മൈനസ് ആൽഫ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടോർക്കിൻ്റെ ഇക്വേഷൻസും നമുക്ക് മഹാദേവൻ ഡാറ്റ ബുക്കിൽ 134 പേജിൽ അവൈലബിൾ ആണ്. ദെൻ ഓവർ ഹോളിംഗ് ഓഫ് പവർ സ്ക്രൂ. പവർ സ്ക്രൂവിൻ്റെ കേസിൽ വരുന്നൊരു വിഷയമാണ് ഓവർ ഹോളിംഗ്. എന്താണ് ഓവർ ഹോളിംഗ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ട ലോഡിനെ
ലോവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടോർക്കിൻ്റെ ഇക്വേഷൻ എടുക്കാം. ഈ ഒരു ഇക്വേഷനിൽ ഇവിടെ ഫൈ മൈനസ് ആൽഫ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ ഫൈ എന്നുള്ളത് ഫ്രിക്ഷൻ ആംഗിളാണ്, ആൽഫ എന്നുള്ളത് ലീഡ് ആംഗിളാണ്. ഈ ഒരു ഫ്രിക്ഷൻ ആംഗിൾ ലീഡ് ആംഗിളിനേക്കാളും ചെറുതാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ടാൻ ഫൈ മൈനസ് ആൽഫ എന്നുള്ളത് നെഗറ്റീവ് ടേം ആവും. അപ്പോൾ മൊത്തത്തിൽ ടോർക്കിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. ഓക്കെ, അപ്പോൾ ഇത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളായിട്ട് വേറെ ലോഡൊന്നും അപ്ലൈ ചെയ്യാതെ തന്നെ അവിടെ ഒരു ടോർക്ക് ഉണ്ട്. നമ്മൾ സാധാരണ ഈ ഒരു സ്ക്രൂ ജാക്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ടോർക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഒരു ലോഡിനെ റേസ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു നെഗറ്റീവ് ടോർക്ക് അവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വൺസ് ഒരു ലോഡിനെ റേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആ ലിവറിൽ നിന്ന് നമ്മുടെ കൈ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ആ ലോഡ് ആ സ്ക്രൂ തിരിഞ്ഞ് ലോഡ് താഴത്തോട്ട് വരും. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഓവർ ഹോളിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, ദ ലോഡ് ഇറ്റ് സെൽഫ് വിൽ ടേൺ ദ സ്ക്രൂ ആൻഡ് ഡിസെൻഡ് ഡൗൺ അൺലെസ് എ റെസിസ്റ്റിംഗ് ടോർക്ക് ഈസ് അപ്ലൈഡ്. അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടോർക്കിനെ നമ്മൾ സാധാരണ ടോർക്ക് അപ്ലൈ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ടോർക്കിനെയാണ് നെഗറ്റീവ് ടോർക്ക് എന്ന് പറയുന്നത്. അതിനെ നള്ളിഫൈ ചെയ്യാവുന്ന രീതിയിൽ നമ്മളൊരു റെസിസ്റ്റിംഗ് ടോർക്ക് അപ്ലൈ ചെയ്താലാണ് അതിനവിടെ സെൽഫ് ലോക്കിങ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ലോഡിനെ നമുക്ക് അവിടെ തന്നെ നിർത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ ആംഗിൾ കുറയുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന ലിവറിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ സെൻട്രൽ നിന്ന് എൽ എന്ന് പറയുന്ന ലെങ്ത്തിലുള്ള ഒരു ലിവറിൽ നമ്മൾ ഒരു FP എന്ന് പറയുന്നൊരു എഫേർട്ട്, നമ്മൾ ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടു, അത് സ്ക്രൂവിൻ്റെ പിച്ച് റേഡിയസിൽ അപ്ലൈ ചെയ്യുന്നൊരു ഫോഴ്സാണ്, ടാൻജൻഷ്യൽ ഫോഴ്സാണ്. ഈ ഒരു FP എന്നുള്ളത് നമ്മൾ മാനുവലി അപ്ലൈ ചെയ്യുന്ന ഒരു ടാൻജൻഷ്യൽ ഫോഴ്സ്, അത് ആ ലിവറിൻ്റെ എൻഡിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിൻ്റെ വാല്യൂ ആണ്. ഓക്കെ, രണ്ടും സിമിലർ തന്നെയാണ്, പക്ഷേ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു W എന്ന് പറയുന്ന ലോഡുള്ള ഒരു സ്ക്രൂവിൽ ഇങ്ങനെ ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഉണ്ടാകുന്ന ഒരു നേരത്തെ കണ്ട ഒരു സിമിലർ ഫിഗർ തന്നെയാണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ആൽഫ എന്ന് പറഞ്ഞ ആംഗിളും ദെൻ ഫ്രിക്ഷൻ ആംഗിളും എങ്ങനെയൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ആൽഫ എന്ന് പറയുന്ന ആംഗിളിൽ ഒരു നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും, അതാണ് ഈ കാണിച്ചിട്ടുള്ളത് R. ഓക്കെ, അപ്പോൾ ഈ ഒരു വെർട്ടിക്കലുമായിട്ട് ഓൾറെഡി ആൽഫ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട്, അതിൻ്റെ കൂടെ ഫൈ എന്ന് പറയുന്ന ഫ്രിക്ഷൻ ആംഗിളും കൂടി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ടൻ്റ് ലോഡ് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ W എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന FT എന്ന് പറയുന്ന ഒരു ടാൻജൻഷ്യൽ ലോഡ് ഉണ്ട്, ഇതിന് രണ്ടിനും കൂടിയിട്ട് വരുന്ന ഒരു റിസൾട്ടൻ്റ്. അപ്പോൾ ഈ ഒരു W എന്ന് പറയുന്ന ലോഡും ഈ റിസൾട്ടൻറ്റും തമ്മിലുണ്ടാകുന്ന ആംഗിളാണ് ഫൈ പ്ലസ് ആൽഫ. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള ആ ഒരു ഈ രണ്ട് ആംഗിളും, അതായത് ഫൈ എന്ന് പറയുന്ന ആംഗിളും ആൽഫ എന്ന് പറയുന്ന ആംഗിളും ഈ ഒരു കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എവിടെയാണ് ഈ ആംഗിളുകൾ വരിക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് ഈ ഒരു ഫിഗറും കൂടെ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത് തമ്മിലുള്ള റിലേഷൻ അനുസരിച്ച് നമുക്കിത് ഓവർ ഹോളിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകാം, അതല്ലെങ്കിൽ സെൽഫ് ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കിട്ടാം. നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ളത് സെൽഫ് ലോക്കിംഗ് കണ്ടീഷനാണ്, എന്നാലാണ് നമ്മുടെ ആ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സെൽഫ് ലോക്കിംഗ് കണ്ടീഷൻ കൂടി നമുക്ക് നോക്കാം. അപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു ടോർക്കിൻ്റെ ഇക്വേഷനിൽ തന്നെ ഫൈ ഗ്രേറ്റർ ദാൻ ആൽഫ ആയിട്ട് വന്നാൽ മതി. ഓക്കെ, ഫ്രിക്ഷൻ ആംഗിൾ എന്നുള്ളത് ലീഡ് ആംഗിളിനേക്കാളും കൂടുതലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് ടോർക്കാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് ടോർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കൈയെടുത്താലും അവിടെ ഒരു പോസിറ്റീവ് ടോർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ അത് ലോക്കായിട്ടാണ് ഇരിക്കുന്നത്, അവിടെ ഒരു സെൽഫ് ലോക്കിംഗ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും ലോഡ് അപ്പം ഇനി ലോവർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഒരു ടോർക്ക് മാനുവലി അപ്ലൈ ചെയ്താൽ മാത്രമാണ് ലോഡ് താഴത്തോട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവിടെ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഡയറക്ഷനിൽ പോസിറ്റീവ് ടോർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രേറ്റർ ദാൻ കണ്ടീഷനിൽ വരിക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു പോസിറ്റീവ് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് ലോഡിനെ നമുക്ക് താഴ്ത്താൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ലോഡ് ഡിസെൻഡ് ചെയ്തു വരില്ല. ഇതിനെയാണ് നമ്മൾ സെൽഫ് ലോക്കിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ സെൽഫ് ലോക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് വേണമെങ്കിൽ അതിനൊന്നുകൂടി 5 ഗ്രേറ്റർ ദാൻ ആൽഫ എന്ന് പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ അതിനെ tan 5 ഗ്രേറ്റർ ദാൻ tan ആൽഫ എന്നുള്ള രീതിയിലും പറയാം. ഓക്കെ, അപ്പോൾ tan 5 എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. tan ആൽഫ എന്നുള്ളത് നമ്മൾ ഈ രീതിയിൽ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ L ഡിവൈഡഡ് ബൈ പൈ d2. അപ്പോൾ tan ആൽഫ എന്നുള്ളതിന് L ഡിവൈഡഡ് ബൈ പൈ d2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ നിന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് അവിടെ സെൽഫ് ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കിട്ടും. അതാണ് നമ്മുടെ ഡിസൈഡ് ആയിട്ടുള്ള എഫക്റ്റ്. ഓക്കെ, ദെൻ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടിയിൽ റിഡക്ഷൻസ് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ലൂബ്രിക്കേഷനാണ്. നമ്മൾ ഈ ഒരു ത്രെഡഡ് പോർഷൻ ഇത് ലൂബ്രിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ റെഡ്യൂസ്ഡ് ആവും. അപ്പോഴത്തേക്കും നമുക്ക് സെൽഫ് ലോക്കിംഗ് കിട്ടാനായിട്ടുള്ള ചാൻസ് കുറയും. ഓക്കെ, അപ്പോൾ ലൂബ്രിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ സെൽഫ് ലോക്കിംഗ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ദെൻ അടുത്തൊരു കേസ് ഹൈ ലീഡ്. ഓക്കെ, ലീഡിൻ്റെ വാല്യൂ ഹൈ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ഒരു ലീഡ് ആംഗിൾ ആൽഫ എന്ന് പറയുന്ന ലീഡ് ആംഗിൾ കൂടി വരും. ഓക്കെ, എൽ എന്ന് പറയുന്ന ലീഡിൻ്റെ വാല്യൂ കൂടിയാൽ tan ആൽഫ ഈ ആൽഫയുടെ വാല്യൂ കൂടും. അപ്പോൾ 5 മൈനസ് ആൽഫ എന്നുള്ള ടേം നെഗറ്റീവ് ആവാനായിട്ടുള്ള ടെൻഡൻസി വരും. അപ്പോഴത്തേക്കും അവിടെ ഓവർഹോളിംഗ് കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ദെൻ ലോഡ്, ഇവിടുത്തെ W എന്ന് പറയുന്ന ലോഡ് വളരെ ലാർജായി വന്നാലും നമുക്ക് ഈ ഒരു ഓവർഹോളിംഗ് കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ലീഡ് ആംഗിൾ കൂടുകയും W എന്ന് പറയുന്ന ലോഡും കൂടി വരികയാണെങ്കിൽ അവിടെ ഓവർഹോളിംഗ് കണ്ടീഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പവർ സ്ക്രൂ എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് അതിൻ്റെ എഫിഷ്യൻസി, അതേപോലെ കോളർ ഫ്രിക്ഷൻ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി അഡീഷണലി ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ പ്രോബ്ലംസിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു.